പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് 40K ന്യായമായ ഒരു ശമ്പളം അല്ലേ, അത് നല്ലൊരു തുകയില്ല, അതിൽ എന്താ പ്രശ്നം എന്ന്. +1 +2 എൻട്രൻസ് കോച്ചിങ്, 2 വർഷം റിപ്പീറ്റ്, 6 വർഷത്തെ MBBS, ഓൾമോസ്റ്റ് 10 years ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ ഈ MBBS ഗ്രാജുവേറ്റ് എന്നുള്ള പൊസിഷനിലേക്ക് എത്തുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള പൈസയാണ് അവർ തരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി. അത് 40K അല്ല, അതിന് കുറവാണെങ്കിലും ഇറ്റ് വാസ് നോട്ട് എ പ്രോബ്ലം. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് മിക്ക ഹോസ്പിറ്റൽസിലും നമ്മളെ എംപ്ലോയ് ചെയ്യുന്നത് ഒരാളുടെ ജോലിക്കാണെങ്കിൽ നമ്മൾ അവിടെ എടുക്കേണ്ടത് 2-3 പേരുടെ ജോലിയാണ്. ഡോക്ടർമാരും നഴ്സുമാരും ഓവർ വർക്ക് ചെയ്ത് അണ്ടർപെയ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ ഹെൽത്ത് കെയർ സെക്ടറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും എംപ്ലോയ് ചെയ്യാനും അവർക്ക് ഫെയർ വേജ് കൊടുക്കാനുള്ള പ്രോഫിറ്റ് ഒക്കെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽസ് നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ അഫ്രി പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. പക്ഷെ പലരും കരുതുന്നത് ഇത് ഒരു ഹോസ്പിറ്റലിലെ മാത്രം പ്രശ്നമാണ്, ഒരു സ്ഥലത്തെ മോശം മാനേജ്മെന്റിന്റെ കുഴപ്പമാണ് എന്നിങ്ങനെയൊക്കെ. ബട്ട് ദിസ് ഈസ് ഹൗ ആൻ ഹെൽത്ത് കെയർ സിസ്റ്റം വർക്ക്സ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. ഇങ്ങനെയാണ് ആ സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഹെൽത്ത് കെയറിൽ പ്രയോറിറ്റി ലഭിക്കേണ്ടത് ഹെൽത്തിനാണ്. പക്ഷേ ഒരു ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിൽ ഹെൽത്തിനല്ല, പ്രോഫിറ്റിനാണ് പ്രയോറിറ്റി. അവരുടെ പ്രൈം ഗോൾ എന്തെന്നാൽ മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ആൻഡ് പ്രോഫിറ്റ് എന്നതാണ്. ഇതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അവരുടെ ലാർജസ്റ്റ് റിസോഴ്സിൻ്റെ ചിലവ് കുറയ്ക്കുക. അവരുടെ ലാർജസ്റ്റ് റിസോഴ്സ് ആരാണ്? ഹ്യൂമൻ ലേബർ. ഇതാ മനുഷ്യരെ എത്തിക്കുന്നത് അണ്ടർ പേയ്മെന്റിലേക്കും അണ്ടർ സ്റ്റാഫിങ്ങിലേക്കുമൊക്കെയാണ്. ദിസ് ഈസ് നോട്ട് എ ഗ്ലിച്ച് ഇൻ ദ മെട്രിക്സ്. ദിസ് ഈസ് ഹൗ ദ മെട്രിക്സ് ഈസ് ഡിസൈൻഡ്. എസെൻഷ്യൽ പ്രൊവൈഡേഴ്സായി സപ്പോർട്ട് ചെയ്യേണ്ട ഹെൽത്ത് വർക്കേഴ്സ് ഒന്നുമല്ലാതായി ചുരുക്കപ്പെടുന്നു. അവരുടെ മൂല്യം പോലും നിർണ്ണയിക്കപ്പെടുന്നത് എത്രത്തോളം ലാഭം അവർക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നതിലൂടെ മാത്രമാണ്. ഇവിടെ ഫണ്ടിങ് ആണോ പ്രശ്നം? അല്ല, ഇവിടെ സിസ്റ്റമാണ് പ്രശ്നം. ആരോഗ്യ പ്രവർത്തകർ അവശരാകുമ്പോൾ, ആശുപത്രികളിൽ ആവശ്യത്തിന് സൗകര്യങ്ങൾ ഇല്ലാതാകുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വില അനുഭവിക്കേണ്ടത് ആരാണ്? നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരുമാണ്. ഹെൽത്ത് കെയർ ഷുഡ് ബി എ ഹ്യൂമൻ റൈറ്റ്, നോട്ട് എ സിസ്റ്റം ടു മേക്ക് പ്രോഫിറ്റ്. ഹെൽത്ത് കെയർ മാത്രമല്ല, ഏത് മേഖലയിൽ നോക്കിയാലും ലാഭം മാത്രം പ്രധാനമായി കാണുന്ന ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ അവസ്ഥ ഇതുപോലെ പരിതാപകരമാണ്. അടിസ്ഥാന ജീവിത സൗകര്യങ്ങളുടെ വിലയും പണപ്പെരുപ്പവും കുത്തനെ ഉയർന്നാലും ഈ സിസ്റ്റത്തിൽ നമ്മളുടെ വേതനം അതിന് തുല്യമായിട്ട് ഉയരുന്നതേയില്ല. ലാഭം മാത്രം ലക്ഷ്യമാകുന്ന ഈ സാമ്പത്തിക വ്യവസ്ഥയിൽ മനുഷ്യർ എന്നും യന്ത്രങ്ങൾക്ക് തുല്യം മാത്രമാണ്. തീർച്ചയായിട്ടും വ്യവസ്ഥകൾ മാറേണ്ടതുണ്ട്. ചെയ്യുന്ന ജോലിയെ അടിസ്ഥാനമാക്കി ലഭിക്കുന്ന ലാഭം തൊഴിലാളികൾക്കും അവകാശപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയണം.